ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിനായിട്ട് മോശയെ ദൈവം തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ മോശ ദൈവത്തോട് 5 എക്സ്ക്യൂസുകൾ പറയുന്നു. അതിൽ 3 എക്സ്ക്യൂസുകൾ വരെയാണ് നമ്മൾ കേട്ടത്. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് മോശ പറഞ്ഞ 4ാമത്തെ എക്സ്ക്യൂസ്. പുറപ്പാട് 4:10 ഇങ്ങനെ വായിക്കുന്നു: മോശ യഹോവയോട്, കർത്താവെ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യത്തെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്ത വ്യക്തിയാണ്, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ള വ്യക്തിയാണ്. എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ, നിങ്ങളും പല എക്സ്ക്യൂസുകൾ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ജോലി മേഖലകളായിക്കോട്ടെ, ഞാൻ ആ ജോലിക്ക് കൊള്ളാത്ത ഒരു വ്യക്തിയാണ്, ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റിയ വ്യക്തിയല്ല ഞാൻ ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആ ശുശ്രൂഷയിൽ, അഭിഷിക്തന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഇന്നവരെയുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിധി, ഇതിനപ്പുറം ഞാൻ പ്രയോജനപ്പെടത്തില്ല. അത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, ലോകരാജ്യങ്ങൾക്ക് പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഉപദേഷ്ടാവായിട്ടോ അല്ലെങ്കിൽ ശക്തനേറിയ ഒരു ശുശ്രൂഷകനായിട്ടോ ഒക്കെ ദൈവം പറഞ്ഞിട്ടും നിങ്ങളുടെ ചിന്തയിൽ കടന്നു വരുന്നത് ഇതായിരിക്കാം: ഓ, എൻ്റെ പരിധി ഇതുവരെയുള്ളൂ. ആലോചന കേട്ടിട്ടും അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളുടെ ആ പരിധികളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. വിശ്വസിച്ചാട്ടെ. മോശയ്ക്ക് ദൈവം എന്താ ഉത്തരം കൊടുത്തത്? 11ഉം 12ഉം ഇങ്ങനെ വായിക്കുന്നു: അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തതാര്? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരും എന്ന് അരുളി ചെയ്തു. അതെ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. മോശയെ ബലപ്പെടുത്തിയ ദൈവം അതെ ഇന്ന് പകലിൽ എന്നെ നിങ്ങളെ ബലപ്പെടുത്തുന്ന ദിവസമാണ്. വിശ്വസിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ പരിധികളെ പൊട്ടിച്ച് സ്വർഗം ഇന്ന് പകലിൽ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റിനെയല്ല, നിങ്ങളുടെ ബലഹീനതയല്ല, നിങ്ങളുടെ ഇനബിലിറ്റിയല്ല. നിങ്ങൾ നോക്കേണ്ടത് യേശുവിലേക്കാണ് നോക്കേണ്ടത്. യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിധികൾ ഇന്ന് പകലിൽ പൊട്ടിയിരിക്കും. അതെ, നിങ്ങൾ ആ ജോലിയിൽ സക്സസ് ആയിരിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും, നിങ്ങൾ ആ കടഭാരത്തിൽ നിന്നും പുറത്തു വന്നിരിക്കും. ശുശ്രൂഷകന്മാർ കേട്ടാട്ടെ, ഇതല്ല നിങ്ങളുടെ പരിധി. ലോകരാജ്യങ്ങളിൽ ഉണർവിനായി നിങ്ങളെ പ്രയോജനപ്പെടുത്തുമെന്ന് എൻ്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞെടുത്ത് നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവമാണ് അത് പ്രവർത്തിക്കും. നിങ്ങളെ ദൈവം ഉപയോഗിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ബലഹീനതയിൽ നിന്ന് സ്വർഗം അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്തത്വങ്ങളിൽ വിശ്വസ്തനെയും വാക്ക് പറഞ്ഞാൽ മാറാത്ത എൻ്റെ ദൈവമേ, ഇവരോട് ദൈവം സംസാരിച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ അവരുടെ ജീവിതത്തിന്മേൽ നിറവടിയാകട്ടെ. ദൈവം അപ്പോയിന്റ് ചെയ്തവരാണല്ലോ, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തെരിച്ചവരാണല്ലോ. കർത്താവെ, ബലഹീനതരായി ഇരിപ്പാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ലല്ലോ. സ്വർഗം ഈ വചനത്താൽ അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ചതിനിട്ട് നന്ദി. സകലമാനവും മാത്രം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.